ഹായ്, ഏവർക്കും ഡെന്നിസ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ തിരുവല്ലയിലുള്ള റവന്യൂ ടവറിലാണ്. ഒരുപാട് കോടതികളും ഒരുപാട് ഗവൺമെൻറ് സ്ഥാപനങ്ങളും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും എല്ലാം സ്ഥിതി ചെയ്യുന്ന റവന്യൂ ടവറാണ്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. അവിടുത്തെ ഒരു അവസ്ഥയും ഇത് 4ാം നിലയിലുള്ള ബാത്റൂമിലാണ്. നമ്മുടെ കുപ്പികളൊക്കെ നിരത്തി അടുക്കി വെച്ചേക്കും. സിഗരറ്റ് പാക്കറ്റുകളും കുപ്പികളും ഒക്കെ അടുക്കി വെച്ചേക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് യൂറിനറി ടോയ്ലറ്റ് ആണ്. അവിടെയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. 3ാം നിലയിലാണ് ഈ സംഭവം ഉള്ളത്. മൊത്തം വേസ്റ്റും കാര്യങ്ങളും ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിക്കതിനും ഡോറുകൾക്ക് കൊളുത്തോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഇരിക്കുമ്പോൾ പാട്ട് പാടി ഇരിക്കേണ്ട അവസ്ഥകളാണ് വരുന്ന ആൾക്കാർക്ക്. മിക്കയിടത്തും ബക്കറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ശോചനീയ അവസ്ഥയിൽ കിടക്കുകയാണ്. ഇതൊന്നും പ്രവർത്തിക്കുന്നതില്ല. ആൾക്കാർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവിടുന്ന് ഉണ്ടാകുന്നത്. അപ്പം ഇതെല്ലാം അധികാരികൾ ഒന്ന് ശ്രദ്ധിച്ച് ഇവിടുത്തെ ലിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാനായിട്ടുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകണം. നമ്മളിവിടെ ഇന്നുള്ളത് ക്ലർക്ക് അസോസിയേഷൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിനോട് നമ്മുടെ ഇവിടുത്തെ ഈ കോടതിയുടെ ഭാഗത്തുള്ള റവന്യൂ ടവറിലെ ലിഫ്റ്റുകളും ബാത്റൂമുകളുടെ ശോചനാവസ്ഥയെ പറ്റി അദ്ദേഹം 2 വാക്ക് നമ്മളോട് പറയുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ലൈവായിട്ട് കൂടെ തിരുവല്ല റവന്യൂ ടവറിൻ്റെ വടക്കേറ്റത്താണ് നിൽക്കുന്നത്. തിരുവല്ല റവന്യൂ ടവറിൽ ഏതാണ്ട് ഇപ്പോൾ ഓരോ ഫ്ലോറിലും ലേഡീസിനും ജെൻസിനുമായിട്ട് ബാത്റൂമുണ്ട്. അതുകൂടാതെ ഓരോ ഫ്ലോറിലേക്കും താഴെ നിന്ന് കയറി വരുന്നതിനായിട്ട് ലിഫ്റ്റുണ്ട്. എന്നാൽ ഈ പ്രായമുള്ള ആളുകൾ അവർക്കൊക്കെ പോകുന്നതിന് ഈ പ്രധാനപ്പെട്ട ലിഫ്റ്റുകൾ വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. ഒന്ന്, ജുഡീഷ്യൽ ഗേറ്റിലേക്കുള്ള ലിഫ്റ്റ്, ക്യാപ്സുൽ ലിഫ്റ്റ്, അതിപ്പോൾ പ്രവർത്തനക്ഷമം അല്ലാതായിട്ട് എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മേലായി. ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്തേണ്ട ഉത്തരവാദിത്വം ശരിക്കും കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിനാണ്. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൻ്റെ ഓഫീസ് തന്നെ ഈ റവന്യൂ ടവറിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ റവന്യൂ ടവറിലെ ഹൗസിംഗ് ബോർഡിൻ്റെ ഓഫീസുമായിട്ട് പല പ്രാവശ്യം നമ്മൾ അതിൻ്റെ ചുമതലക്കാരോടൊക്കെ പറഞ്ഞിട്ടും മറ്റ് നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു പുതിയ ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്. ആ ലിഫ്റ്റിനോട് ചേർന്നൊരു പഴയ ലിഫ്റ്റ് കൂടിയുണ്ട്. അതും വർക്കിംഗ് അല്ല. ജുഡീഷ്യൽ ഗേറ്റിലേക്കുള്ള ക്യാപ്സുൽ ലിഫ്റ്റ് ഇപ്പോൾ പ്രവർത്തിക്കാതായിട്ട് 1 വർഷമായി. അതുപോലെ പ്രധാന എൻട്രൻസിനോട് ചേർന്നിരിക്കുന്ന ഒരു പഴയ ലിഫ്റ്റുണ്ട്. അതും വേണമെങ്കിൽ പ്രവർത്തിപ്പിക്കാവുന്നതാണ്. അതിന് അധികാരികൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ കോടതിയുടെ ഫ്രണ്ടിലുള്ള ഈ ബാത്റൂമിൽ നിന്ന് വരുന്ന വളരെ ശോചനീയമായ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ വരുന്ന ഒത്തിരി പേർക്ക്, എനിക്ക് ഇവിടെ വന്നപ്പം തന്നെ ഒരു അനുഭവം ഉണ്ടായി. അതിനെപ്പറ്റി ഒന്ന് പറയാം. ഇവിടെ എങ്ങനെയാണ് ക്ലീനിങ് ജോലികളോ കാര്യങ്ങളോ? ഇവിടെ ക്ലീനിങ് ജോലികൾക്കായിട്ട് ടെനൻ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം, അവർ ക്ലീനിങ് ചെയ്യാനായിട്ട് ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് ഏൽപ്പിച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്രൈവറ്റ് ഏജൻസിയിലെ സ്ത്രീകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഈ 4 നിലയിലുള്ള ബാത്റൂംസ് അവരാണ് ചെയ്യുന്നത്. ഈ 4 പേരെ കൊണ്ട് ഈ 4 നിലയിലും ക്ലീൻ ചെയ്യുന്നതിന് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ട് ഉണ്ടാകും എന്നത് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഈ കോടതിയുടെ ഈ ബാത്റൂമിനോട് ചേർന്നതിനാണ് ഈ കോടതി, മുൻസിഫ് കോടതി, ഫാമിലി കോടതി തുടങ്ങിയ കോടതികളുടെ ബെഞ്ച് ഹാളിരിക്കും. ഇത് ക്ലീൻ ആക്കാൻ വൈകുന്നത് മൂലം ബെഞ്ച് ഹാളിലിരിക്കുമ്പോൾ മൂത്രത്തിൻ്റെയും മറ്റ് നാറ്റം ഭയങ്കരമായിട്ടും ഉണ്ടാവാറുണ്ട്. അതുമാത്രമല്ല, പലപ്പോഴും ഈ സിഗരറ്റ് വലിക്കുന്ന ആളുകൾ ഈ ബാത്റൂമിൽ കയറിയിരുന്ന് സിഗരറ്റ് വലിക്കുമ്പോൾ ആ സിഗരറ്റിൻ്റെ രൂക്ഷമായ നാറ്റം അല്ലെങ്കിൽ ഗന്ധം ഈ ബെഞ്ച് ഹാളിലേക്കൊക്കെ പരന്നു വരുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ ഈ ചാനൽ കാണുന്ന അധികാരികൾ അത് ശ്രദ്ധിക്കേണ്ടത് ഒരു അത്യാവശ്യം തന്നെയാണ്. വളരെ സന്തോഷം ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചത്. നമ്മൾ ഇപ്പോൾ ഇവിടെ വന്ന കാര്യം തന്നെ, എനിക്ക് ഒരു അത്യാവശ്യമായ ഒരു കാര്യത്തിന് കോടതിയെ സമീപിക്കേണ്ടി വന്നു. ഇപ്പം കോടതിയിൽ ഇവിടെ ഇരുന്നപ്പോൾ ഭയങ്കരമായ സ്മെല്ലൊക്കെ അടിച്ചു. അത് തന്നെയല്ല, ഈ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിലും വേസ്റ്റുകളൊക്കെ കൂമ്പാരമായിട്ട് കൂട്ടി വെക്കുന്നതിന് സമയത്തിന് എടുക്കാതെ വരിക, ഭയങ്കരമായ സ്മെല്ല് തന്നെയാണ് ഇവിടെ വരുന്ന കക്ഷികൾക്കൊക്കെ ഇടപെടുന്നത്. അതുപോലെ തന്നെയാണ് ലിഫ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒറ്റ ലിഫ്റ്റ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ 5ഓ 6ഓ പേരിൽ കൂടുതൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ലിഫ്റ്റ് പ്രവർത്തിക്കാതെ വരുന്ന രീതിയും ഇവിടെ
തുടർച്ചയായി കണ്ടുവരുന്നു. ഇത് അധികാരികളിലേക്ക് എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഡെന്നിസ് ടോക്സ് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.